മിഥുൻ, താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്ക് താങ്കൾക്ക് വരാം, ഈ NIA-യുമായി ബന്ധപ്പെട്ട കാര്യം. അതിനു മുൻപ് ഇവിടെ നമ്മളുടെ സഹപാനലിസ്റ്റുകൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയിരിക്കുന്നു എന്നാണ് ഷുക്കൂർ പറയുന്നത് പോലെ. അത് ഉയർത്തിവിട്ട ആശയം ആ സിനിമ പിൻവലിച്ചാൽ പോലും സമൂഹത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിഷാദ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗോദ്ര സംഭവം നരോദ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ അന്ന് ജനിച്ച കുട്ടിക്ക് ഇന്ന് 23 വയസ്സ് പ്രായമുണ്ടാവും എന്ന് പറഞ്ഞാൽ 2K-യിൽ ജനിച്ച കുട്ടികളിൽ പലരും 2010-ലോ അല്ലെങ്കിൽ 2005-ലോ ഇതിനു ശേഷമോ ജനിച്ച കുട്ടികൾക്ക് ഗോദ്ര ഒരു അകലെയുള്ള സംഭവമാണെങ്കിൽ ഇന്നവർ ഇൻ്റർനെറ്റിലൂടെ തെരഞ്ഞെടുത്ത് വായിച്ചു പഠിക്കുന്നു. എന്താണ് ഗോദ്ര, എന്താണ് നരോദ പാട്യ, എന്താണ് അഹമ്മദാബാദ് റയട്ട്, ആരാണ് ബിൽക്കിസ് ബാനു, ആരാണ് PP പാണ്ഡെ, ആരാണ് ഹിരൺ പാണ്ഡെ, ഏത് ആഭ്യന്തരമന്ത്രിയാണ് ഇതിന് ഉത്തരവിട്ടത്, ഏത് ആഭ്യന്തരമന്ത്രിയാണ് ബാബു ബജരംഗിയെ ഒളിവിൽ ഒളിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ ആശിഷ് ഖേതൻ എന്ന് പറയുന്ന തെഹൽക്കയുടെ മാധ്യമപ്രവർത്തകന്റെ പുസ്തകം ചിലർ തിരഞ്ഞെടുത്ത് വെച്ച് വായിക്കുന്നു, അത് പ്രസിദ്ധീകരിച്ച കാരവൻ ആർട്ടിക്കിൾ വായിക്കുന്നു. ഇത് സംഘപരിവാറിനെ എക്സ്പോസ് ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മിഥുൻ വിജയകുമാർ, ഈ സിനിമ ചുരുങ്ങിയ സമയം കൊണ്ട്, ചുരുങ്ങിയ പക്ഷം BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ, അമ്മായിയമ്മ മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്ന് സുപ്രിയ എന്ന് നമ്മളുടെ പൃഥ്വിരാജിന്റെ ഭാര്യയെ ചൂണ്ടി പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിരിപ്പല്ലേ എന്ന് 2K-യിലെ കുട്ടികൾ ചോദിച്ചു തുടങ്ങിയത് ഈ സിനിമയുടെ വിജയമല്ലേ മിഥുൻ? അരുൺ, ഈ രാജ്യത്ത് ജനിക്കുന്ന കുട്ടികൾ 2K കുട്ടികളൊന്നും നമ്മുടെ ചരിത്രം അറിയാതെ ജീവിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹവുമില്ല. ഈ സിനിമയ്ക്ക് ചരിത്രം പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ വളരെ നല്ല കാര്യം. അവർ ചരിത്രം പോലെ പഠിക്കട്ടെ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കട്ടെ, എവിടെ നിന്ന് തുടങ്ങി എന്ന് മനസ്സിലാക്കട്ടെ, റയറ്റ്സ് പൊട്ടിമുളയ്ക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കട്ടെ, എല്ലാം അവർ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അത് നല്ല കാര്യം തന്നെ. അതിപ്പോ മാറാട് സംഭവമാണെങ്കിലും 1984 സിഖ് റൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സിഖ് റൈറ്റ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെയുള്ള ഗോദ്ര ഇൻസിഡന്റ് ആണെങ്കിലും മുസഫർപൂർ റൈറ്റ്സ് ആണെങ്കിലും മറ്റേത് റൈറ്റ് ആണെങ്കിലും അവർ അതിനെക്കുറിച്ച് വായിക്കട്ടെ, ബംഗാൾ കില്ലിങ്സ് ആണെങ്കിൽ അവരത് വായിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ അറിഞ്ഞിരിക്കണം. അത് 2K കുട്ടികൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഈ സിനിമ ഒരു ഗോദ്ര ഇൻസിഡന്റിനെ എക്സ്പോസ് ചെയ്തു, അതുകൊണ്ട് അവർ അവെയറായി എന്നൊന്നും വിചാരിക്കേണ്ട. അവർക്ക് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അവരൊക്കെ വളരെ അവെയറാണ്. ഹിസ്റ്ററി ബുക്കിൽ ഈ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തു. താങ്കൾ അറിഞ്ഞില്ലേ, NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതിനെ പരാമർശിക്കുന്ന ഒരു ഭാഗവും ഇല്ലെന്ന് മാത്രമല്ല, ഗാന്ധിവധം എന്തിന് NCERT-ലെ +2 സ്റ്റുഡന്റിലെ ഹ്യൂമാനിറ്റീസ് പഠിക്കണം എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് മിഥുൻ. പേടിയാണ് കേട്ടോ BJP സംഘപരിവാറും +2 അത് ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കൾ ടെക്സ്റ്റ് ബുക്സ് എടുത്ത് വായിക്കാത്തത് കൊണ്ടാണ് ചില ഭാഗങ്ങൾ ചില ക്ലാസ്സസ് റിമൂവ് ചെയ്തത്. അത് മറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അതിന് അത്ര വലിയ കാര്യമൊന്നും കണ്ട ആവശ്യമില്ല. ഹിസ്റ്ററി പോലെ തന്നെ അവിടെ ഇരിക്കും, എല്ലാ കാലത്തും ഉണ്ടാകും. ഗോദ്രയുടെ തുടക്കം എന്താണ്, ഗോദ്രയുടെ അവസാനം എന്താണെന്നൊക്കെ കുട്ടികൾ പഠിക്കട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഈ സിനിമ കൊണ്ട് എന്തോ ഭയങ്കര മൈലേജ് കിട്ടിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഗോദ്രയെ പോലെ തന്നെ കാണണം. ഈ സിനിമ ഉദ്ദേശിച്ചൊരു കാര്യം ഇവിടെ താങ്കൾ പറഞ്ഞല്ലോ, അതിന്റെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു. പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അല്ല, അവരുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു, അവരുടെ റവന്യൂ ടാർഗറ്റ്സ് മീറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ ശ്രീ ആർഷോ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയി. അതായത് എന്താ വർഗീയത. ആർഷോയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് താങ്കൾ 24 കട്ടിനെ ന്യായീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, അത് 24 അൺഇന്റൻഷണൽ കട്ട്സ് ആണല്ലോ. അപ്പൊ അത്രയും അൺഇന്റൻഷണൽ ആയി ഒരു സിനിമ എടുത്തു, വളരെ നിഷ്കളങ്കമായ ഒരു സിനിമ എടുത്തിട്ട് ഇപ്പോൾ അൺഇന്റൻഷണൽ ആയിട്ട് 24 കട്ടിലേക്ക് പോകുന്നു. അപ്പം പബ്ലിക് സെന്റിമെന്റിനെ ഹേർട്ട് ചെയ്യുക എന്നത് വളരെ എന്താ പറയുക ക്ലിയർ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വാക്കിനോട് ഞാൻ യോജിക്കില്ല മിഥുൻ. ഈ ബാബു ബജരംഗിയെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഹർട്ടാവുന്ന സെന്റിമെന്റ് പബ്ലിക് സെന്റിമെന്റ് അല്ല, അതൊരു ക്രിമിനൽ സെന്റിമെന്റ് ആണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, സെന്റിമെന്റ് ആണ്. ഈ വിഷയം കത്തുന്നത് കേരളത്തിൽ മാത്രമാണോ? ഇന്ന് തമിഴ്നാട്ടിൽ നോക്കൂ, അവിടുത്തെ കർഷക യൂണിയൻ അവര് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റർ വെച്ചിട്ട് ചെരുപ്പ് കൊണ്ട് അടിച്ചിട്ടാണ് പ്രതിഷേധിക്കുന്നത്. അവർക്ക് എന്താണ് കേരളവുമായിട്ട് ബന്ധം? അപ്പൊ ഈ കഥ ഇതൊരു എന്താ പറയാ പ്രോപ്പഗാൻഡ മൂവി ആണെന്നുള്ളത് എല്ലാ സംസ്ഥാനത്തിലെ ആളുകൾക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ താങ്കൾ കാണുന്നത്. ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങിയ ഒരു സംഘപരിവാർ പ്രൊട്ടസ്റ്റ് ഒന്നല്ല. തമിഴ്നാട്ടിലെ കർഷകർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇത് താങ്കളുടെ പോലും ചാനൽ വാർത്തയടിക്കുന്നതാണല്ലോ. അപ്പം ഇതൊന്നും കാണുന്നില്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുക, ഏത് സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒരു സെന്റർ റൈറ്റിൽ നിൽക്കുന്ന ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം സംഘപരിവാറിലേക്ക് അട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു തരം താഴ്ന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇവിടെ ഇപ്പം CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തിന്റെ തുടർച്ച കൂടിയാണ്. നമ്മളത് കണ്ടില്ലെന്ന് വിളിക്കാൻ കഴിയില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ വയർ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് വലിയ വേദവാക്യമാണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ന്യൂസ് മിനിറ്റ് ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് വേദവാക്യമാണ്. ഓർഗനൈസർക്ക് ഒരു ഒപ്പീനിയൻ പീസ് എഴുതാൻ പറ്റില്ലേ? ഓർഗനൈസർക്ക് ഒപ്പീനിയൻ പീസ് എഴുതണമെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽസിന്റെ അപ്രൂവൽ വേണോ?
അപ്പൊ അവർക്ക് അവരുടെ ഒപ്പീനിയൻ പീസ് എഴുതാം. ഏത് സിനിമയെ കുറിച്ചും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. അവർക്ക് അവരുടെ ഒപ്പീനിയൻ എത്രത്തോളം സിവിലൈസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നു അത് ഇറ്റ്സ് ആക്സെപ്റ്റബിൾ. അതിലൊരു കുഴപ്പമില്ല. ഓർഗനൈസറിന്റെ ഒപ്പീനിയൻ പീസ് എല്ലാ കാലത്തും എഴുതാം. ന്യൂസ് മിനിറ്റിന് എഴുതാം, ഈ പറഞ്ഞ പോലെ വയറിന് എഴുതാം, അല്ലെങ്കിൽ സ്ക്രോളിന് എഴുതാം. ഇവർക്കൊക്കെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഇതിനെ എന്താ പറയുക, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. ഞങ്ങൾ വിമർശനങ്ങളെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ കേരള സ്റ്റോറിയിൽ ഏതെങ്കിലും ഒരു നായകനെതിരെ, കേരള സ്റ്റോറിയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെതിരെ ആരെങ്കിലും സൈബർ ലിഞ്ചിങ് നടത്തിയോ? അതിലെ ആശയങ്ങളല്ലേ നമ്മൾ ചർച്ച ചെയ്തത് മിഥുൻ? ഇവിടെ ഒരു ഏതെങ്കിലും ഒരു തിയേറ്ററിന് നേരെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയെ തടയാൻ നോക്കി, ഇതിനെ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടോ? ഇവിടെ നേരത്തെ ശ്രീ നിഷാദ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു BJP-യുടെ പ്രവർത്തകൻ ഒരു കേസ് നൽകി എന്നതിന്റെ പേരിൽ BJP തന്നെ അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ അതാണ് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഇവിടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ പ്രതികരണമാണ്. അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യൂ. ഇറ്റ്സ് എ പബ്ലിക് സെന്റിമെന്റ്. അതിനെ നിങ്ങൾ ഹേർട്ട് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോ. പിന്നെ ഇവിടെ എനിക്ക് ആർഷോയ്ക്ക് മറുപടി കൊടുക്കണം. അരുൺ എനിക്ക് ടൈം അനുവദിച്ചു തരണം അതിന്. ഇവിടെ TP51 എന്ന സിനിമ എടുത്ത ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്ന മൊയ്തു താഴത്തുനിന്നാണ്. താങ്കളുടെ ചാനലിൽ തന്നെ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാത്രിയിൽ ഈ സിനിമ ഇറങ്ങിയത് ഒരു വലിയ പ്രശ്നമായി. അന്ന് അയാൾക്ക് ഈ എന്താ പറയുക, നട്ടപ്പാതിരാക്കി പനിച്ചു കിടക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയായിരുന്നു ആ TP51 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് കൊണ്ട് മാത്രം. പിന്നെ ഇവിടെ കേരള പോലീസിന്റെ ആക്ട് 2011 ആക്ട് അത് അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിച്ച പാർട്ടി ഏതാണ്? സെക്ഷൻ 118A ഇൻസേർട്ട് ചെയ്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ നോക്കിയ പാർട്ടി ഏതാണ്? ഇവിടെ വന്നിരുന്നു കൊണ്ട് ഫാസിസം അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഈ ആർഷോയ്ക്ക് കുറച്ചൊരു ഉളുപ്പ് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഞാൻ ചരിത്രത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിന് ഒരുപാട് ചരിത്രം പറയാൻ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബംഗാളിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഉത്തം കുമാറിനെ പോലുള്ള നടന്മാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയും അപമാനിക്കുകയും അദ്ദേഹത്തെ ഒരു ബൂർഷാ ചാപ്പ കുത്തിക്കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കുകയും അദ്ദേഹം മരിച്ചിട്ട് പോലും ഒരു റീത്ത് വെക്കാൻ പോലും ഒരു തയ്യാറായിരുന്നില്ല. അങ്ങനത്തെ പാർട്ടിയാണ് ഇവിടെ വന്നുകൊണ്ട് ഈ പറയുന്ന പോലെ എമ്പുരാന് വേണ്ടിയിട്ട് വലിയ അട്ടഹാസം നടത്തുന്നത്. മൃണാൽ സെന്നെ പോലുള്ളവര്, ഗൗതം ഘോഷിനെ പോലുള്ളവര്, ഇവരുടെയൊക്കെ സിനിമയുടെ പ്ലോട്ട് പോലും അവർ പലപ്പോഴും 10 തവണ ആലോചിച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്തത്. ഇതിനൊക്കെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ വേണം ആർഷോ നമ്മൾ സംസാരിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു എമ്പുരാനെ വന്ന് പറഞ്ഞങ്ങ് ന്യായീകരിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ വർഗീയതയെ കുറിച്ച് പറഞ്ഞല്ലോ, ഗോത്രയെ കുറിച്ച് വലിയ ചർച്ച നടത്തുന്നുണ്ടല്ലോ. ബംഗാൾ നിയമസഭയിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ 1997 പറഞ്ഞൊരു സ്പീച്ച് ഉണ്ട്. അതിൽ 1977-നും 96-നും ഇടയിലുള്ള പൊളിറ്റിക്കൽ മേഡേഴ്സിന്റെ കണക്ക് മാത്രം പറഞ്ഞതാണ്. 28,000 പൊളിറ്റിക്കൽ മേഡേഴ്സ് ആണ് CPM-ന്റെ ഭരണകാലത്ത് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ കൂടുതലും കൊല്ലപ്പെട്ടത് മറുഭാഗത്തുള്ള പാർട്ടിയിലെ ആളുകളാണ്. ഈ ഗാർബേട്ട സ്കെലട്ടൻ കേസ് എന്ന് അരുൺ കേട്ടിട്ടുണ്ടാവല്ലോ, ഒരു പക്ഷേ ആർഷോ അത് കേട്ടിട്ടുണ്ടാവില്ല. ആർഷോ അത് വായിക്കണം. കാരണം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ജീവനോടെ കുഴിച്ചു മൂടിയ സംഭവമാണത്. അതിൽ CPM ലെജിസ്ലേറ്ററുടെ വീട്ടിൽ നിന്നാണ് പിന്നീട് ഈ പറയുന്ന പോലെ അന്വേഷണം നടക്കുമ്പോൾ, ഡിഗിങ് നടക്കുമ്പോൾ അവരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഈ രാജ്യത്ത് എന്താ പറയുക, ആളുകളുടെ എതിരഭിപ്രായം പറയുന്നവരെ അടിച്ചമർത്തിയ ക്രിയേറ്റീവ് ഫ്രീഡം ഇതൊന്നും തന്നെ ഇല്ലാതാക്കിയ ആ ആശയം തന്നെ ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും ക്രിയേറ്റീവ് ലിബർട്ടി ഇല്ലാതാക്കുന്ന ഒരു ആശയമാണ്. അത് കേരളത്തിൽ പോലും എക്സ്പെരിമെന്റ് ചെയ്യാൻ അവർ നോക്കി, കേരള പോലീസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട്. പക്ഷെ അത് നടന്നില്ല. വലിയ ബാക്ക്ലാഷ് ഉണ്ടായി, അതുകൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. അവരാണ് ഇന്ന് ഇവിടെ വന്നിട്ട് എമ്പുരാനെ ന്യായീകരിക്കാൻ നോക്കുന്നത്. നാണമുണ്ടോ? കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞപ്പോ അത് എന്ത് വില കൊടുത്തും തടയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇവിടെ വന്നിട്ട് എമ്പുരാന് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്നത്. ഇതിന് ഗോത്ര സംഭവം നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു കാര്യമാണ്. അതാരും എഴുതി തള്ളുന്നില്ല. അതിനെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഹിസ്റ്ററി ആയിരിക്കട്ടെ, ഹിസ്റ്ററിയിലെ ചില അതിനെതിരഭിപ്രായമില്ല എന്ന് മിഥുൻ വിജയകുമാർ ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് എന്തിനാണ് ഇങ്ങനൊരു സമ്മർദ്ദം ഈ വില്ലന്റെ കഥാപാത്രത്തിന്റെ പേര് മാറ്റാനും NIA-യുടെ പേര് മ്യൂട്ട് ചെയ്യാനും ഒക്കെ ഇടയാകുന്നൊരു സമ്മർദ്ദമേറുന്നത്? ആ സമ്മർദ്ദം നിഷ്കളങ്കമായൊരു സമ്മർദ്ദമായിട്ടാണോ മിഥുൻ ഇപ്പോഴും കണക്കാക്കുന്നത്? നമുക്ക് ഗാർബേട്ടയുടെ കാര്യം പറയാം. ഗാർബേട്ടയിൽ ശരിയാണ്, അങ്ങ് പറഞ്ഞതുപോലെ ഒരു CPM മന്ത്രിയാണ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നിടത്തോളം അന്നൊക്കെ വലിയ സംഘടനകൾ കോൺഗ്രസും CPM-ഉം തമ്മിൽ അവിടെ നടന്നിരുന്നു. അന്ന് നിങ്ങൾ നേരിട്ടൊരു കക്ഷിയല്ല അവിടെ. പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. പക്ഷേ അതിന് എങ്ങനെയാണ് ഒരു സിനിമയുടെ രംഗത്ത് 24 രംഗങ്ങൾ അതിൽ നിന്ന് വെട്ടിമാറ്റുക അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യുക എന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? അതിനെ പബ്ലിക് സെന്റിമെന്റ്സിന്റെ പുറത്തവർ നീക്കം ചെയ്തു എന്ന് നിഷ്കളങ്കമായി കാണാൻ കഴിയുന്നത് മിഥുൻ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് താങ്കൾക്ക് ആ കാര്യം ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ആവശ്യപ്പെട്ടോ? BJP ആവശ്യപ്പെട്ടോ? RSS ആവശ്യപ്പെട്ടോ? BJP-യുമായി ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും മുഖപത്രത്തിലുണ്ട് തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന സിനിമയാണോ? ഇന്നലെ ക്രിസ്ത്യൻ സമുദായം എന്തുകൊണ്ട് ഇളകുന്നില്ല എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്തിന് നിശബ്ദരായിരിക്കുന്നു എന്നാണ് ചോദിച്ചത് ഇന്നലെ.
അരുൺ അതിനെ ഒപ്പീനിയൻ പീസായി കണ്ടോളൂ. ഇവിടെ രാഖി രാമായണം നിലപാട് എന്ന് പറഞ്ഞു നടക്കുന്ന പൃഥ്വിരാജിനെ പോലൊരു നടൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം എന്തിനാ ഇത്ര ഭയപ്പെട്ട് എന്താ പറയാ ഈ പറഞ്ഞ പോലെ 24 കെട്ടിന് തയ്യാറാവുന്നത്? അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് പോലും ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അദ്ദേഹം ഭയക്കുന്നത്? ഇവിടെ ഇലക്ഷന്റെ കാര്യം വളരെ ചെറിയ ആ ചോദ്യത്തിന് മറുപടി ആർഷോ പറയട്ടെ. Debate with Dr. Arun Kumar.